നിങ്ങൾ ആരെങ്കിലും മീൻ സോപ്പിട്ട് കഴുകിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഇപ്പൊ മീൻ ആരെങ്കിലും സോപ്പിട്ട് കഴുകും? എന്നാലേ മീൻ സോപ്പിട്ട് കഴുകിയൊരു മഹതി നമ്മുടെ വീട്ടിലുണ്ട്. വേറെ ആരുമില്ല, നമ്മുടെ മാതാജിയാണ്. മൂപ്പര് ചെറുതായിരിക്കുമ്പോ മൂപ്പർക്ക് പറ്റിയൊരു കയ്യബദ്ധാണിത്. ഒരു ദിവസേ ഉമ്മാന്റെ അമ്മ, അതായത് വല്യമ്മ വീട്ടിലില്ലത്രേ. അന്നേരം മാമ കുറച്ച് മീൻ കൊണ്ടിട്ട് പറഞ്ഞത്രേ, ഇത് മുളകിട്ട് വെക്കിട്ടാന്ന്. നോട്ട് ദ പോയിന്റ്. മൂപ്പര് പറഞ്ഞത് ഇത് മൂപ്പരോട് വെക്കാൻ പറഞ്ഞെന്നാണ്. പക്ഷെ ഞങ്ങൾ ഒന്നും കൂടി കുത്തിപ്പിഴി നോക്കിയപ്പോഴാണ് കഥ അങ്ങോട്ട്. മാമനെ വല്ലപ്പോഴും അത്ര ഹോസ്റ്റലിൽ നിന്ന് ലീവൊക്കെ കിട്ടി വരിക. അപ്പൊ പിന്നെ വല്യമ്മാന്റെ മുളകറി മിസ് ചെയ്യാതിരിക്കൂലല്ലോ. അപ്പോൾ വല്യമ്മ വീട്ടിലില്ലാത്ത സ്ഥിതിക്ക് മാമ പറഞ്ഞത് കുഞ്ഞുമാനോട് കൊണ്ടുപോയി കൊടുക്ക്. കുഞ്ഞുമാൻ്റെ കറിയാണെങ്കിൽ ഒടുക്കത്തെ ടേസ്റ്റ് അത്ര. മൂപ്പരാണെങ്കിൽ ആലപ്പുഴക്കാരി, പിന്നെ പറയണ്ടല്ലോ കറിയുടെ കാര്യം. പക്ഷേ ഉമ്മാക്കും അപ്പോൾ ഉള്ളിലുണ്ട് വന്നത്ര, എന്തിനാ ഇപ്പോൾ കുഞ്ഞുമ്മ ഞാൻ വെച്ചാൽ എന്താന്ന്. അപ്പം മൂപ്പര് ഇത് കൊണ്ടുകൊടുക്കാനൊന്നും. മൂപ്പർക്ക് കുറേ ഏട്ടത്തിമാരുള്ളതുകൊണ്ടേ മൂപ്പര് ഇന്നേ വരെ അടുക്കള കണ്ടിട്ടില്ല എന്നുള്ളത് നഗ്നമായൊരു സത്യമായിരുന്നു. അന്നേ പറമ്പിൽ പണിക്ക് അവിടെ അയച്ചുംത്തി ഉണ്ടായിരുന്നു അത്ര. അയച്ചുംത്ത അപ്പോഴേ പറയുന്നത്ര, എന്നെ കൊണ്ട് നടക്കൂലേ കുട്ടി ചെയ്യാണ്ട് കൊണ്ടുകൊടുത്താളേ. മൂപ്പര് വിട്ടുകൊടുക്കാൻ റെഡിയില്ലേ. അതൊക്കെ ഞാൻ ഉണ്ടാക്കും, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് മൂപ്പരാണ്ട് നിന്ന്. മീൻ കഴിച്ചിട്ടുണ്ടെന്നല്ലാതെ ഇതിന് വെട്ടലും മുറിക്കലും മൂപ്പർക്ക് വലിയ വശമില്ല. അങ്ങനെ പതടാ മീൻ കട്ട് ചെയ്തിട്ടുണ്ട്, അതിന്റെ എല്ലും മുള്ളൊക്കെ മൂപ്പര് പുറത്തി അടിച്ചു. ഇനി എന്താ അടുത്തത് മീൻ കഴുകല്. മീൻ കഴുകി ടാങ്കിയിലെ 3/4 വെള്ളം തീർന്നത്ര. മീനൊക്കെ വെളുത്തിട്ട് പാറുകയും ചെയ്തു. പക്ഷെ എന്താണ് മീനിന്റെ സ്മെല്ല് അങ്ങോട്ട് പോകണില്ല. അപ്പോഴാണ് മൂപ്പര് ഈ പ്രയോഗം അന്ന് വെല്ലിപ്പ് ഗൾഫിൽ നിന്ന് കൊടുക്കുന്ന ലക്സ് സോപ്പ് ഉണ്ട് അത്ര. ആ സോപ്പൊക്കെ എടുത്ത് മീനിനെ കഴുകി പതപ്പിച്ച് അങ്ങോട്ട് എടുത്തു. ഇപ്പൊ എന്തായി, നേരത്തെ മീനിന്റെ സ്മെല്ല് ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പൊ മീനിന്റെ സ്മെല്ല് സോപ്പിന്റെ സ്മെല്ലും കൂടെ ആകെ ഒരുമാതിരി വൃത്തികെട്ട നാറ്റായി മാറി. സംഭവം അത് പിടുത്തം വിട്ട് കയ്യിൽ നിന്ന് പോയിന്ന് മൂപ്പർക്ക് മനസ്സിലായി. പക്ഷെ മൂപ്പരൊന്നും ഭാവിച്ചില്ല, അപ്പുറത്ത് അയച്ചുണ്ടല്ലോ. ഇനിയിപ്പോ എന്താ അടുത്തത് കറി വെക്കലാണ്. 3 സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇത്ര 1 കിലോ അതിലേക്ക് മുളക് പൊടി ഇട്ടിട്ട് മുളക് പൊടി അരപാത്രം കാലിയാത്ര. ഇപ്പൊ പിന്നെ കറിയുടെ കാര്യം ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഇത് ഇളക്കാൻ നേരം അത്ര മീനിന്റെ മണവും സോപ്പിന്റെ സ്മെല്ലും മഞ്ഞൾപ്പൊടിയുടെ കുത്തൊക്കെ ആയിട്ട് ഒരുമാതിരി സ്മെല്ല് ഇങ്ങനെ പറക്കണ്. അയച്ചുംത്തി മണം കേട്ട് വന്ന് ടേസ്റ്റ് ചെയ്തപ്പോൾ പറഞ്ഞത്ര, മോളെ എതിർത്ത് കൊട്ടിക്കാള അല്ലെങ്കിൽ ഓനെ കഴുത്തിന് കഴിക്കാൻ വരുന്ന നേരം നോക്കി മൂപ്പര് അവിടുന്ന് മുങ്ങി. മാമ ഇതൊക്കെ വന്ന് ടേസ്റ്റ് നോക്കിയപ്പോൾ പിന്നെ വല്യമാട് പറഞ്ഞത്ര, ഞാൻ ഒരിക്കലും നിങ്ങളോളൊറ്റക്കാക്കിയിട്ട് ഇവിടെ വിട്ട് പോവുക. ഇനി അങ്ങനെ പോയാൽ അടുക്കള ബാക്കി ഉണ്ടാവും എന്ന് തോന്നണില്ലാന്ന്. പിന്നെ മാമ ഒരിക്കൽ പോലും മുളക് കറി ചോദിച്ചിട്ടേ ഇല്ലത്രേ. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും.